യെസ്, കേരളത്തിൽ SSC കുറച്ചും കൂടെ പ്രചാരമുള്ള ഒരു പരീക്ഷയാണ് റെയിൽവേ പരീക്ഷ. അതിൽ പ്രധാനപ്പെട്ടത് NTPC ആണ്. നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് NTPC എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയും കൂടെയാണ് റെയിൽവേയിലുള്ള പ്രധാനപ്പെട്ട ജോലികൾ, പ്രത്യേകിച്ച് നല്ല സാലറി ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ പുതിയ സെറ്റ് ഓഫ് ആളുകൾ, അതായത് പുതിയതായിട്ട് കുറെ ആളുകൾ പഠിക്കാൻ വരുന്ന സമയത്ത് അവർ തുടക്കത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി വെക്കും. ഈ തെറ്റുകൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് റിസൾട്ട് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആവാറുണ്ട് സാധാരണയായിട്ട്. അതായത് നമ്മൾ ചില ആളുകൾ ഉണ്ടാവും, നല്ല സ്കിൽ ഉണ്ടാവും, ഒരു വർഷത്തിൽ തന്നെ ആദ്യത്തെ വർഷം തന്നെ ക്ലിയർ ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റായ ധാരണ കൊണ്ട് ചില സമയങ്ങളിൽ അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുകയും വീണ്ടും 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 പരീക്ഷകൾ എഴുതേണ്ടി വരികയും ചെയ്യും. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് മിസ്റ്റേക്സ് നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, നിങ്ങളെ പ്രിപ്പറേഷനിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ, ചില കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ദിശ അക്കാദമി, നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിലുള്ള ദിശ അക്കാദമി കാലങ്ങളായിട്ട് കേരളത്തിൽ ഒരുപാട് ആളുകളെ റെയിൽവേയുടെ ഒരുപാട് സർവീസുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവരുടെ സന്തോഷങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ സക്സസ് സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അവരൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ കൂടെ ഇരുന്നിട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഈ പുതിയ തലമുറയിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും അവസരമുണ്ട്. ആ അവസരം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഡിസംബർ മാസത്തിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിന്റെ ഒരു പോസ്റ്ററാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. NTPC ഡിഗ്രി ലെവലിനും +2 ലെവലിനും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ മറന്നു പോകാണ്ടിരിക്കുക. ശരി, ഇനി പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്നാലേ കാണുന്ന ആളുകൾക്ക് ഓക്കെ ഇത് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി കോഴ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി കഴിയുള്ളൂ. ശരി, അപ്പോ ഒന്നാമത്തെ റീസൺ, ഞാൻ കുറച്ച് റീസൺസ് അങ്ങ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ശരിയാണല്ലോ, എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, ശരിയാണ്, ഇത്തരത്തിലൊരു സംഭവം എനിക്ക് നടക്കാറുണ്ട് എന്ന് ചിന്തിക്കുന്ന അല്ലെ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. നമ്മൾ പറയും നമുക്ക് റിലേഷനിലാണ് ഓവർ തിങ്കിങ് പ്രശ്നം. റിലേഷനിൽ മാത്രമല്ല, നിങ്ങളെ ജീവിതത്തിൽ എവിടെയും ഓവർ തിങ്കിങ് വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് നേരെ NTPC പഠിക്കാൻ വരികയാണ്. NTPC പഠിക്കാൻ വരുമ്പോൾ ആദ്യം നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫാ. 100-80 കട്ട് ഓഫ്. ഓക്കെ, 100-80 കട്ട് ഓഫ് ഉണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് പറ്റും തോന്നില്ല, ഞാൻ പോവുകയാണ്. 100 അതിൽ 80 20 എണ്ണമേ തെറ്റിക്കാൻ പറ്റുള്ളൂ. ആദ്യം നോക്കുക ആ നെഗറ്റീവ് സൈഡിലേക്കാണ്. തെറ്റിക്കാൻ 20 എണ്ണമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ സ്കിപ്പ് ചെയ്യാൻ 20 എണ്ണേ പറ്റുള്ളൂ. അപ്പോ എന്നെ കൊണ്ട് പറ്റൂല. അവിടെ അങ്ങ് തീരുമാനിച്ചു, എടാ നിങ്ങൾക്ക് 40 മാർക്കുള്ളവന് ജോലി കിട്ടുന്നതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടൂലേ, പിന്നെ അതിനെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയണോ? അങ്ങനെ നമുക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റുള്ള എക്സാം എന്ന് പറഞ്ഞാൽ പോരെ. അവിടെ കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്നത് എപ്പോഴാ? നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയി പഠിച്ച് മറ്റുള്ള ആളുകളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങുമ്പോഴാണ്. അവിടെ 80 മാർക്ക് അല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, മറ്റുള്ള ആളുകളെക്കാളും എത്രത്തോളം സ്കിൽഫുൾ ആണ് നിങ്ങൾ എന്നുള്ളതാണ്. അത് ആരും ജനിക്കുമ്പോൾ ഉണ്ടാക്കുന്നതല്ല, അവരെ ഹാർഡ് വർക്കിലൂടെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, നമ്മളെല്ലാവരും നമ്മളെ ജീവിതത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഹാർഡ് വർക്കിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന, ചിലർക്ക് അത് സ്കൂളിൽ തന്നെ ഉണ്ടാവും, പെട്ടെന്ന് നല്ലപോലെ പഠിച്ചൊരു കാലഘട്ടം. ചിലർക്ക് അത് ഇപ്പോഴായിരിക്കും വരിക. ഇത്രയും നാളും അവർ അക്കാദമിക് ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഫീൽ ചെയ്ത് പെട്ടെന്ന് ചിലപ്പം NTPCക്ക് വേണ്ടി പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു നല്ല ഷൈനിങ് ഒരു പെർഫോമൻസ് നടത്താൻ വേണ്ടി കഴിയുക. അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് കട്ട് ഓഫ് കാണുമ്പോൾ, അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം കാണുമ്പോഴൊന്നും ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് ഇതെന്നെ കൊണ്ട് പറ്റാത്താണെന്ന് മനസ്സിലാക്കി ഇട്ടേച്ച് പോവാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളെ കൂടെ ഉള്ള ആരെങ്കിലും അങ്ങനെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ നോക്കണം, കോമ്പറ്റീഷൻ കുറയാണല്ലോ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പക്ഷെ എന്ത് ചെയ്യരുത്, അതിലങ്ങ് വീണു പോകരുത്, ആ ഒരു ചിന്തയിൽ വീണു പോകാണ്ടിരിക്കുക. അപ്പൊ ഒരു കാരണവശാലും കട്ട് ഓഫ്, അതുപോലെ തന്നെ വേക്കൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേക്കൻസി കഴിഞ്ഞ വർഷം 7500 വേക്കൻസി ഉണ്ടായിരുന്നു, ഈ വർഷം 7400 വേക്കൻസി ഉള്ളൂ. 100 വേക്കൻസി പോയി. ആ 100 വേക്കൻസിയിൽ ഒരെണ്ണമായിരുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടാൻ ചാൻസ് ഇല്ല. എന്ത് വലിയൊരു അബദ്ധമായിട്ടുള്ള ഒരു ചിന്തയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയുള്ള ഒരു ചിന്തയെ വെക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 100% കോൺഫിഡൻസോടെ എന്ത് ചെയ്തില്ല,
പഠിച്ചോളാം. ഓക്കെ, അതാണ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടറും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതും നിങ്ങളിപ്പം ചെയ്ത അബദ്ധങ്ങളിൽ ചിലപ്പോൾ പെടുന്നുണ്ടാവും. അപ്ലിക്കേഷൻ ആണ്, കൃത്യമായിട്ട് ഒരു സോണ് ഏത് RRB സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ ആദ്യം കണ്ട സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരം കണ്ടു, ഓക്കെ, തിരുവനന്തപുരം കൊള്ളാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചെന്നൈ കണ്ടു, ചെന്നൈയിൽ ചൂടായിരിക്കും, അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക്, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അത് ഒരുപാട് നാള് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, നിങ്ങൾ സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് മാറ്റാനും കഴിയില്ല. അപ്പൊ അടുത്ത വർഷത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഓർത്തോണം. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, എക്സാം അപ്ലൈ ചെയ്യാവുള്ളൂ. അനാവശ്യമായി പെട്ടെന്ന് കയറി ഒരു മുൻധാരണ ഇല്ലാതെ, ഒരു മുൻവിധി ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാതെ അപ്ലൈ ചെയ്യുന്ന കാര്യം ഒഴിവാക്കുക. ഓക്കെ, അത് ഒരു ചെറിയ, നമുക്ക് ഇനിയിപ്പോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയില്ല. അടുത്തതാണ് ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് മോശമാണെന്ന് നമ്മൾ പറയില്ല. കാരണം നമ്മളും കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അവരോട് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ പഠിക്കാവുള്ളൂ എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും പറയാറില്ല. ഞങ്ങൾക്കുണ്ട് GK ബുക്ക് ഉണ്ട്, GK സ്കോറർ ഉണ്ട്, മാത്സിന്റെ പ്രാക്ടീസ് ബുക്ക് ഉണ്ട്. പക്ഷേ അതൊന്നും എന്തല്ല, ഒരു ശാശ്വതമായിട്ടുള്ള നിങ്ങൾ അത് പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നല്ല. അത് ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു PSC ഒക്കെ പണ്ടുണ്ട്, ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇത് ആ ഒരു സംവിധാനം അല്ല. നിങ്ങൾ ഒരിക്കലും NTPCന്റെ റാങ്ക് ഫയൽ കിട്ടി അത് പഠിച്ച ആയി നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കരുത്. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ആവശ്യത്തിലധികം ഡാറ്റ തലയിലേക്ക് ഡംപ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ഒരു റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് വലിയൊരു അബദ്ധമാണെന്ന് ഓർത്തുകൊള്ളുക. ഡിപ്പെൻഡിങ് ഓൺ ടെക്സ്റ്റ് ബുക്സ്, ടെക്സ്റ്റ് ബുക്കുകളിൽ ഡിപ്പെൻഡ് ചെയ്തല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി ആ സിലബസിലുള്ള കണ്ടന്റുകൾ സർഫസ് ലെവലിൽ ബേസിക് ആയി ഒന്ന് പഠിക്കുക. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രീവിയസ് ഇയർ മാത്രം ചെയ്താൽ മതിയോ, പോരാ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നമ്മളെ നിർബന്ധിക്കില്ല, സ്പീഡ് കൂട്ടാൻ പറയില്ല നമ്മളോട്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ കൊണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാം. പക്ഷേ ഒരു മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ അതിൽ സമയം ഉണ്ടാവും, 1 മണിക്കൂർ 20 മിനിറ്റ്. അതിനുള്ളിൽ തീർത്തില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് എന്നാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രോപ്പറായി മനസ്സിലാക്കി വെച്ചോളാം. എന്ത് മനസ്സിലാക്കി വെച്ചോളാം, ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചിലപ്പോ നമ്മൾ ഇതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ആരും നമുക്ക് പറഞ്ഞു തരാൻ ഇല്ല എന്നാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. സ്കോർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാനൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടതെന്ന് കമന്റിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്തു തരുന്നതാണ് കേട്ടോ. ശരി, അടുത്തതാണ് യൂട്യൂബ് ക്ലാസ്. നമ്മളൊക്കെ യൂട്യൂബ് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ എടുക്കുന്നുണ്ട് യൂട്യൂബ് ക്ലാസ്. അതുപോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും യൂട്യൂബ് ക്ലാസ് മോശമാണെന്ന് പറയില്ല, കാരണം ഞങ്ങളും അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ NTPC അപ്ലൈ ചെയ്തു, ഓക്കെ, യൂട്യൂബ് തുറക്കാം, ക്ലാസ് എടുക്കാം, സെർച്ച് ചെയ്യുന്നു NTPC യൂട്യൂബ് ക്ലാസ്, സെർച്ച് ചെയ്തപ്പോൾ ഒരു ക്ലാസ് വന്നു. ഇന്ന് ആ ക്ലാസ് കണ്ടു, നാളെ അതിന് താഴെയുള്ള വേറെ ക്ലാസ് കണ്ടു, അതിന്റെ അടുത്ത ദിവസം വേറെ ക്ലാസ് കണ്ടു. ഈ രീതിയിൽ ഒരു കാരണവശാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം, ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ആ പഠിക്കേണ്ട ഓർഡർ കണ്ടുപിടിക്കുക. ആ പഠിക്കേണ്ട ഓർഡർ, അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഓഫ്ലൈൻ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പോ നമുക്ക് ഈ ഡിസംബർ മാസത്തില്, ഡിസംബർ തുടക്കത്തില് നമ്മുടെ കേരളത്തിൽ നമുക്ക് 5 സെന്ററുകൾ ഉണ്ട്. 5 സെന്ററിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു പോസിറ്റീവ്, ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നിങ്ങൾക്ക് പ്രോപ്പർ ഓർഡറിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിയും. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെരഞ്ഞു നടക്കണ്ട. ഓക്കെ, അങ്ങനെ തപ്പി നടക്കാതെ നിങ്ങൾക്ക് കൃത്യമായ ഒരു കണ്ടന്റ് കിട്ടാനുള്ള ഒരു മാർഗം അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു, കുഴപ്പമില്ല. പക്ഷേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ നിന്ന് കൃത്യമായി കണ്ടുപിടിക്കണം, ഞാൻ ആദ്യം ഏത് ക്ലാസ് കാണണം. വെറുതെ ഒരു ക്ലാസ് കാണുകയല്ല. അങ്ങനെ ക്ലാസിന്റെ എണ്ണം തികച്ചത് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ ഏത് ക്ലാസ് കാണണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഏത് ടോപ്പിക് തീർക്കണം, ആദ്യം ഏത് ടോപ്പിക് തീർക്കണം, അതിന് ഏതൊക്കെ ക്ലാസ്സസ് കാണണം, എന്തൊക്കെ മെത്തേഡുകൾ കാണണം. ചില വീഡിയോസ് ഉണ്ടാവും ഷോർട്ട് കട്ട്സ്.
അങ്ങനെ ഷോർട്ട് കട്ടുകൾ ബ്ലൈൻഡായി പഠിക്കാൻ പാടില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഷോർട്ട് കട്ടുകൾ മാത്രം പഠിക്കുന്ന ആളുകൾ പുതിയൊരു ടൈപ്പ് വന്നാൽ പെടും. അങ്ങനെ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ഓക്കെ എന്റെ ഷോർട്ട് കട്ടുകൾ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ഫണ്ടമെന്റൽസ് മുതൽ പഠിക്കും. അപ്പോൾ രണ്ടാമത് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് തുടക്കത്തിൽ എന്ത് ചെയ്യുന്നതാ, ഫണ്ടമെന്റൽസ് കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ട ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഈ ചാനലിൽ തന്നെ ഏകദേശം ഒരു 3000-ഓളം ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. NTPCക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഭൂരിഭാഗവും. അപ്പൊ അതൊക്കെ എടുത്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ വെറുതെ യൂട്യൂബ് ക്ലാസ് ഒരു കണ്ടു തീർക്കാൻ കണക്ക് 1000 ഞാൻ 100 യൂട്യൂബ് ക്ലാസ് കണ്ടു അതുകൊണ്ട് എനിക്ക് NTPC കിട്ടും, അങ്ങനെയല്ല. ഞാൻ ആ പറഞ്ഞതുപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, യൂട്യൂബ് ക്ലാസ് ഒരു മരുന്ന് പോലെയാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കഴിച്ചാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. അതല്ലാതെ രാവിലെ ചായ കുടിക്കുന്ന പോലെ നമ്മൾ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളും ദോഷം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ റിവിഷൻസ് ഒക്കെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് 12 മണിക്കൂർ മാരത്തോൺ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണ്. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തോളുക, യൂട്യൂബ് ക്ലാസ്സുകൾ കാണാം. ഇനി യൂട്യൂബ് ക്ലാസ് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് ഗ്യാപ്സ് ഇൻ ഷെഡ്യൂൾസ് ആണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങി, തിങ്കളാഴ്ച പഠിച്ചു, ചൊവ്വാഴ്ച പഠിക്കുന്നില്ല, ബുധനാഴ്ച പഠിച്ചു, വ്യാഴാഴ്ച പഠിക്കുന്നില്ല, അവിടെ നമുക്ക് ഒരു ഗുണവും ഇല്ലടാ. നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നില്ല. നിങ്ങൾ ഇപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ പോയാൽ എങ്ങനെയാ, ഒരു 7-8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴാണ് 9ാമത്തെ ദിവസം നമുക്കൊരു കോൺഫിഡൻസും ഒരു ധൈര്യവും കുറച്ചൊക്കെ മസിൽ വന്നു എന്നുള്ളൊരു ഇതൊക്കെ വരും അല്ലെ. എന്നിട്ട് ചുമ്മാ എതിരെ പോകുന്ന ആളെ ഒന്ന് തട്ടിയാലോ എന്നൊക്കെ തോന്നും, കാരണം നമുക്ക് കുറച്ച് മസിലൊക്കെ ആയല്ലോ. ആ കോൺഫിഡൻസ് വരും നമുക്ക്. ആ കോൺഫിഡൻസ് ഇവിടെ വരണമെങ്കിൽ എന്താവണം, ഈ പറയുന്ന പോലത്തെ ഗ്യാപ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി കഴിയണം. എല്ലാ ദിവസവും പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പഠിക്കണം. ഒരു ദിവസം പഠിക്കാൻ ഇപ്പം 4 മണി 5 മണി ആയിട്ട് പഠിച്ചില്ല എന്നാണെങ്കിൽ നമുക്ക് ടെൻഷനാണ്, അയ്യോ ഇന്നൊന്നും പഠിച്ചില്ലല്ലോ. ആ റിഗ്രറ്റുമായിട്ട് ഇരിക്കാൻ പാടില്ല. അത് അന്ന് തന്നെ സോർട്ട് ചെയ്യണം. എത്ര സമയം കിട്ടുന്നുണ്ടോ അന്നേരം തന്നെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുക. ഷെഡ്യൂൾസിൽ ഗ്യാപ്പ് ഉണ്ടാവരുത്. നിങ്ങൾ അടുത്ത ബന്ധുവിന്റെ കല്യാണം ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, എന്നിട്ടേ കല്യാണത്തിന് പോകേണ്ട കാര്യമുള്ളൂ. രാവിലെ പുലർച്ചെ 5 മണിക്ക് നിങ്ങൾക്ക് പോയിട്ട് അവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ. 5 മണി തൊട്ട് 7 മണി വരെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, കല്യാണത്തിന് പോവുക. അവിടെയും നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവണം. നമ്മളെ ജീവിതമായിരിക്കണം അവിടെയും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷെഡ്യൂൾസിലുള്ള ഗ്യാപ്പുകളെ നിങ്ങൾ തന്നെ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ആ ഗ്യാപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ തന്നെ ഒഴിവാക്കി കളയും. അത് ഓർത്തു വെച്ചോളാം. ഇനി നോട്ട് ഹാവിങ് എ പ്ലാൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ല. അതായത് എനിക്ക് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അത് എന്തൊക്കെ പഠിച്ചു തീർക്കണം, ആദ്യം എന്ത് പഠിക്കണം, അവസാനം എന്ത് പഠിക്കണം, ഇന്നത്തെ ദിവസം എന്ത് പഠിക്കണം, ഈ മാസം കൊണ്ട് ഞാൻ എത്രത്തോളം ടോപ്പിക്കുകൾ തീർക്കണം, ഇത്തരത്തിലുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റൂല. ഇനി അഥവാ മുന്നോട്ട് പോയാലും നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവൂല, ട്രാക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ പഠിച്ചു തീർന്നോ, ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് റിവൈസ് ചെയ്താൽ മതിയോ, പക്ഷെ അറിയില്ല ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയില്ല, മിസ്സായോന്ന് അറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രോപ്പറായി ഒരു ട്രാക്കർ ഉണ്ടാവണം. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കണം. എന്നിട്ട് അതൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ടിക്ക് ചെയ്ത് പോവുക. ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവും അല്ലെ, ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി അത് റിവൈസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ പഠിച്ച് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഒരു കാര്യം ചെയ്ത് റിസൾട്ട് കണ്ടാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രാക്കർ കീപ്പ് ചെയ്യുക, ഒരു പ്ലാൻ കീപ്പ് ചെയ്യുക. ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ ഒക്കെ എഴുതിയിട്ട് അത് റെക്കോർഡിക്കലാക്കി വെക്കുക. ഓക്കെ, ഞാൻ ഇത് തീർത്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ നശിച്ചു പോകണമെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്ത് വേറൊരാൾക്കും നിങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനോ കഴിയില്ല. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ചിലര് അനാവശ്യമായിട്ടുള്ള സമയം സോഷ്യൽ മീഡിയയിൽ കളയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യമേ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഓക്കെ, ഇങ്ങനെ എത്തിയ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല എക്സാം ക്ലിയർ ചെയ്യുക, കൺസിസ്റ്റൻസി ഉള്ള ആളാണ് എക്സാം ക്ലിയർ ചെയ്യുക.
ഓക്കെ, ചിലരുണ്ടാവും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയായിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാത്തതോ ഒക്കെ എന്ത് ചെയ്യും, ഇവരെയും പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ എന്താവശ്യത്തിനും ദിശ അക്കാദമി നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അത് ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകളായിരിക്കാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടി വരാം. എന്താണോ ആവശ്യമുള്ളത് അത് ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 24/7 നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം മറന്നു പോകാണ്ടിരിക്കുക. നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മറന്നു പോകരുത്. അതായത് നമുക്കൊരു ഓൺലൈൻ കോഴ്സ്, നമ്മുടെ ആപ്പ് വഴി ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡിസംബർ 3-ാം തീയതി നമ്മുടെ എല്ലാ സെന്ററുകളിലും, അത് സെന്ററുകളെ ഒന്നുകൂടെ പറയാം, കോഴിക്കോട്, കൊല്ലം, കൊട്ടാരക്കര, തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ 5 സ്ഥലങ്ങളിലും നമ്മളെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എവിടെയാണോ അവിടെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ കൂടെ, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുക. നമ്മുടെ റെയിൽവേ, ഓൾ കേരള റെയിൽവേ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.